ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ PvP പ്രോ ആവാനാണ്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ ആ പ്രാക്ടീസ് എവിടെ ചെയ്യും എന്നാണ് നമ്മൾ അതങ്ങനെ കറക്റ്റായിട്ട് ചെയ്യും, ഏത് തരത്തിലുള്ള പ്രാക്ടീസ് ചെയ്യും അതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഞാൻ ഒരു സെർവർ പറയുന്നത്, ആ സെർവറിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ആ സെർവറിൻ്റെ പേര് സെക്ക എന്നാണ്. അതിൻ്റെ IP ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണാം. ഈ സെർവറിൽ കയറുമ്പോൾ ആദ്യം ഇങ്ങനെയായിരിക്കും വരിക. അതിൽ നമ്മൾ റീജിയൻ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം ഏഷ്യ സെലക്ട് ചെയ്യണം, എന്നാലും നമുക്ക് കറക്റ്റ് പിങ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നല്ല സ്ലോ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏഷ്യ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് കുറേ സിംഗപ്പൂർ കാണാൻ പറ്റും. അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗപ്പൂരിൽ 125 പ്ലേസിന് കയറാൻ പറ്റും. അങ്ങനെ അത് ഫുള്ളാവുകയാണെങ്കിൽ നമുക്ക് അടുത്തതിൽ കയറണമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സ്ലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇത്ര എണ്ണം കൊടുത്തേക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ആ ജോയിൻ ചെയ്യുമ്പോൾ കുറച്ചേരം വെയിറ്റിംഗ് ഉണ്ടാവും. അത് കുറച്ചേരം വെയിറ്റ് ചെയ്താൽ മതി, അപ്പോഴേക്കും അത് ശരിയാവും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. അതിൽ 3 സ്ക്വാഡ് ഉണ്ടാവും. ഒന്ന് പ്ലേ FFA, പിന്നെ പ്ലേ ഡ്യൂൾസ്, പിന്നെ പ്ലേ ട്രെയിനിങ്. അതിൽ ഒന്നാമത്തെ സ്ക്വാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ പ്ലെയേഴ്സിനൊപ്പം ട്രെയിനിങ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് റിയൽ പ്ലെയേഴ്സിനെ വെച്ചിട്ടായിരിക്കും പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ അതിൽ കൂടുതലും മെജോറിറ്റി ഓഫ് പ്ലെയേഴ്സും ഇത് കീബോർഡാണ്. അതുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് വെറുക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചൂസ് ചെയ്യുന്നത് നല്ലത്. ഞാൻ കൂടുതൽ ചൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ ബോട്ടുകളിലൊപ്പം ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ. പിന്നെ മൂന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് MLG അങ്ങനത്തെ കാര്യങ്ങളിലേക്കും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ സ്ക്വാഡ് ഉപയോഗിക്കാം. അതിൽ നമ്മൾ ആരും സഹായമില്ലാണ്ട് ബോട്ടുകളുടെ പോലെയും നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുക. അതിൽ രണ്ടാമത്തെ സ്ക്വാഡ് യൂസ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ സ്ക്വാഡ് യൂസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ബോട്ട് ഡ്യൂൾസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് അമർത്താം. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള പ്രാക്ടീസ് ചെയ്യുന്നത്, അത് സൂമോ ആയിട്ട് കളിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ ബോക്സിങ്ങിൽ കളിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഉണ്ട്. അതിൽ ഞാൻ കൂടുതൽ കളിക്കുന്നത് സൂമോയിലും മറ്റേതിലാണ്, ബോക്സിങ്ങിലാണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ബോട്ട്, അതായത് ബോട്ട് ഹാർഡാണോ ഈസി ആണോ മീഡിയം ആണോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ ഈസി ചൂസ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുള്ളൂ. കാരണം ഈസി തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡ് പ്ലേയേഴ്സിനെ വരെ പൊട്ടിക്കാൻ പറ്റും. ഗൈസ്, ഞാനിപ്പോൾ ഇതിൽ IP കാണിച്ചു തരാം. ഇതിൽ നെയിം സെലക്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ IP ഇല്ലേ, അത് കറക്റ്റായിരിക്കണം. secka.net കൊടുക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ സ്പേസ് ഒന്നും വരരുത്. അത് കഴിഞ്ഞിട്ട് സ്പേസ് വരരുത്. പിന്നെ എന്തിട്ടാ, ഇതിൽ പോർട്ട് സെയിം തന്നെ, എല്ലാത്തിലുള്ളത് പോലെ തന്നെ സെയിം തന്നെ. അപ്പോൾ ഇത് കൊടുത്ത് സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെർവർ കിട്ടും. അപ്പോൾ ഞാൻ ഇനി ഇതിൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൽ കളിച്ച സൂമോ പ്രാക്ടീസാണ്. ഇത്ര വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, ഇഷ്ടമുള്ളത് ചെയ്യുക.